ഇന്ത്യൻ നേവിയുടെ വിവിധ തസ്തികകളിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസറാകാൻ ഉള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് www.joinindiannavy.org എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. 210 ഒഴിവുകളുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പരിശീലനം ഏഴിമല നേവൽ അക്കാഡമി 2021 ജൂണിൽ തുടങ്ങും. അവിവാഹിതരായ പുരുഷന്മാർക്കും ചില തസ്തികകളിൽ സ്ത്രീകൾക്കും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതുവഴി ഓൺലൈനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവസാന വർഷമോ സെമസ്റ്റർ എക്സാമോ എഴുതുന്ന കുട്ടികൾക്കും നിബന്ധനകളോടെ ഇതിൽ അപേക്ഷിക്കാം. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ആകെ 60% മാർക്കും ഇംഗ്ലീഷിൽ കുറഞ്ഞത് 60% മാർക്കും നേടിയിരിക്കണം. ഇനി ഇതിന് അയക്കേണ്ട പ്രായപരിധി നോക്കാം. 1996 ജൂലൈ 2 2002 ജനുവരി 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതായത് 2 തീയതിയും ഉൾപ്പെടെ. ഇനി തിരഞ്ഞെടുപ്പ്. യോഗ്യതാ പരീക്ഷയുടെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് അപേക്ഷകരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നത്. അതിനുശേഷം അഭിമുഖം, മെഡിക്കൽ പരിശോധനയും ഉണ്ടാകും. 9 തസ്തികകളുണ്ട്. എന്നാൽ എല്ലാത്തിലും സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അത് നമുക്ക് തിരിച്ചു നോക്കാം. അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇതിൽ അയക്കാൻ കഴിയും. അതിൽ ഏതൊക്കെയാണ് പുരുഷന്മാരുടേതെന്ന് ആദ്യം നോക്കാം. SSC ജനറൽ സർവീസ് എക്സിക്യൂട്ടീവ് ഹൈഡ്രോഗ്രാഫി 40 ഒഴിവുണ്ട്. ഇതിൽ പുരുഷന്മാർക്ക് മാത്രമേ അയക്കാൻ കഴിയൂ. അതിൻ്റെ യോഗ്യത 60% മാർക്കോടെ BE അല്ലെങ്കിൽ BTech. പ്രായപരിധി ഇത് തന്നെയാണ്. 96 ജൂലൈ 2 2002 ജനുവരി 1 വരെ, അതായത് 2 തീയതികളും ഉൾപ്പെടെ ജനിച്ച ആളായിരിക്കണം. അടുത്തത് SSC എക്സിക്യൂട്ടീവ് IT. പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ മാർക്കിൻ്റെ കാര്യം നോക്കാം. 60% മാർക്കോടെ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, IT എന്നിവയിൽ BE, BTech അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ, MCA, MTech കമ്പ്യൂട്ടർ സയൻസ് ഇതിലേതെങ്കിലും യോഗ്യതയുണ്ടായിരിക്കണം. പ്രായപരിധി 96 ജൂലൈ 2 2002 ജനുവരി 1 ഇടയിൽ, അതായത് 2 തീയതികൾ ഉൾപ്പെടെ ജനിച്ച ആളായിരിക്കണം. ഇനി SSC ഒബ്സർവർ, SSC പൈലറ്റ്, അതിൽ SSC ഒബ്സർവർ വന്ന് പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അതിനും 60% മാർക്കോടെ BE, BTech, 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ആകെ 60% മാർക്കും ഇംഗ്ലീഷിൽ കുറഞ്ഞത് 60% മാർക്കും നേടിയിരിക്കണം. അത് പ്രായപരിധി 97 ജൂലൈ 2 2002 ജനുവരി 1 ഇടയിൽ ജനിച്ച ആളായിരിക്കണം. അടുത്തത് SSC എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്. ഇതിൽ പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അതിനും യോഗ്യത 60% മാർക്കോടെ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ, മറൈൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ, പ്രൊഡക്ഷൻ, എയറോനോട്ടിക്കൽ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, കൺട്രോൾ എഞ്ചിനീയറിംഗ്, എയ്റോസ്പേസ്, ഓട്ടോമൊബൈൽസ്, മെറ്റലർജി, മെക്കാട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എന്നിവയിൽ BEയോ BTechോ ഉണ്ടായിരിക്കണം. അതിൻ്റെ പ്രായപരിധി വന്ന് 96 ജൂലൈ 2 2002 ജനുവരി 1 അതായത് 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. അടുത്തത് SSC ഇലക്ട്രിക്കൽ ബ്രാഞ്ച്. അത് പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ.
അതും 60% മാർക്കോടെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പവർ എഞ്ചിനീയറിംഗ്, പവർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ ഏതിലെങ്കിലും BE BTech ഉണ്ടായിരിക്കും. 96 ജൂലൈ 2-നും. ഇനി നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അയക്കാൻ കഴിയുന്നതൊക്കെ നോക്കാം. SSC നേവൽ ആർമമെൻറ്റ് ഇൻസ്പെക്ടറേറ്റ് കേഡർ, അത് 2 പേർക്കും അയക്കാൻ കഴിയും. 60% മാർക്കോടെ BE or BTech ഇൻ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മൈക്രോ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, IT, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മെറ്റലർജിക്കൽ, കെമിക്കൽ, മെറ്റീരിയൽ സയൻസ്, എയ്റോസ്പേസ്, എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ ഫിസിക്സിലോ ബിരുദാനന്തര ബിരുദം ഇതിലേതെങ്കിലും ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ആകെ 60% മാർക്കും ഇംഗ്ലീഷിൽ കുറഞ്ഞത് 60% മാർക്കും നേടിയിരിക്കണം. അത് പ്രായപരിധി 96 ജൂലൈ 2-നും 2002 ജനുവരി 1-നും ഇടയിൽ, അതായത് 2 തീയതി ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. ഇനി SSC ഒബ്സർവർ പുരുഷന്മാർക്ക് മാത്രമേ അയക്കാൻ കഴിയുള്ളൂ. എന്നാൽ SSC പൈലറ്റ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ കഴിയും. അതും അങ്ങനെ തന്നെയാണ്. 60% മാർക്കോടെ BE BTech 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ആകെ 60% മാർക്കും ഇംഗ്ലീഷിൽ കുറഞ്ഞത് 60% മാർക്കും നേടിയിരിക്കണം. ഇനി SSC ലോജിസ്റ്റിക് ആണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. യോഗ്യത വന്ന് 1ാം ക്ലാസ്സോടെ BE BTech അല്ലെങ്കിൽ 1ാം ക്ലാസ്സോടെ MBA അല്ലെങ്കിൽ BSc, BCom, BSc, ITയും, ഫിനാൻസ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്നിവയിൽ PG ഡിപ്ലോമയും അല്ലെങ്കിൽ 1ാം ക്ലാസ്സോടെ MCA, MSc, IT ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. പ്രായപരിധി 96 ജൂലൈ 2-നും 2002 ജനുവരി 1-നും, അതായത് ഈ തീയതികൾ ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. ഇതാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ട SSC എഡ്യൂക്കേഷനാണ്. അതിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. 1ാം ക്ലാസ്സോടെ MSc മാത്സ്, ഓപ്പറേഷണൽ റിസർച്ചും BSc ഫിസിക്സും അല്ലെങ്കിൽ 1ാം ക്ലാസ്സോടെ MSc ഫിസിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സും BSc മാത്സും അല്ലെങ്കിൽ MSc കെമിസ്ട്രി അല്ലെങ്കിൽ 50% മാർക്കോടെ MA ഇംഗ്ലീഷ് അല്ലെങ്കിൽ 50% മാർക്കോടെ MA ഹിസ്റ്ററി അല്ലെങ്കിൽ 60% മാർക്കോടെ BE BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇതിലേതെങ്കിലും യോഗ്യതയുണ്ടായിരിക്കണം. 60% മാർക്കോടെ BE BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, 60% മാർക്കോടെ BE BTech കമ്പ്യൂട്ടർ സയൻസ്, IT, കമ്പ്യൂട്ടർ ടെക്നോളജി, ഇൻഫർമേഷൻ സിസ്റ്റംസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ആകെ 60% മാർക്കും ഇംഗ്ലീഷിൽ കുറഞ്ഞത് 60% മാർക്ക് നേടിയിരിക്കണം. അതും പ്രായപരിധി 96 ജൂലൈ 2-നും 2002 ജനുവരി 2-നും ഇടയിൽ 2 തീയതി ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. ഇതിൽ നമുക്ക് അവസാന വർഷമോ അതോ സെമിസ്റ്ററോ പരീക്ഷ എഴുതുന്നവർക്ക് നിബന്ധനകളോടെ നമുക്ക് അയക്കാൻ കഴിയും. ഇനി ഇത് തിരഞ്ഞെടുക്കുന്നത് വന്ന് യോഗ്യതാ പരീക്ഷയുടെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് ശേഷമാണ് ഇൻ്റർവ്യൂ, മെഡിക്കൽ പരിശോധനയൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഇത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 31. www.joinindiannavy.org എന്ന വെബ്സൈറ്റിൽ എല്ലാ വിശദ വിവരങ്ങൾ
ഉണ്ട്. ഓൺലൈൻ വഴി അടയ്ക്കണം. ഇതിന് പ്രത്യേകിച്ച് ഫീസൊന്നും ഈടാക്കുന്നില്ല.